അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകൻ എന്തുകൊണ്ട് മനുഷ്യനായി, മലക്കുകളെ എന്തുകൊണ്ട് അള്ളാഹു പ്രവാചകനായി അയച്ചില്ല എന്നതായിരുന്നു മക്കയിലെ അവിശ്വാസികൾ ഉയർത്തിയ വിമർശനങ്ങളിൽ ഒന്ന്. അതിനുള്ള മറുപടിയായിക്കൊണ്ട് ഇന്ന് പഠിക്കുന്ന 43-ാമത്തെ ആയത്തിൽ പറയുന്നത്, മനുഷ്യരെയല്ലാതെ അള്ളാഹു ഇതിനു മുമ്പ് പ്രവാചകന്മാരായി അയച്ചിട്ടില്ല. ഇതിനു മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മക്കയിലെ അറബികൾക്ക് കേട്ടുകേൾവിയേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളുണ്ടല്ലോ നിങ്ങൾക്ക് ചുറ്റും, അവരോട് ചോദിച്ചു നോക്കുക, ഇതിനു മുമ്പ് നാം അയച്ച പ്രവാചകന്മാർ മനുഷ്യരായിരുന്നോ അതല്ല മലക്കുകളായിരുന്നോ എന്നത്. എന്തുകൊണ്ട് അള്ളാഹു മനുഷ്യനെ പ്രവാചകനായി അയച്ചു എന്ന ചോദ്യത്തിന് ഖുർആനിൽ മറ്റു പല സ്ഥലത്തും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിലേക്ക് പ്രവാചകനെ അയക്കുമ്പോൾ മനുഷ്യരിൽപ്പെട്ട മനുഷ്യൻ്റെ സ്വഭാവങ്ങളുള്ള തനി മനുഷ്യർ തന്നെ ആയിരിക്കണം. അല്ലാതെ മലക്കുകളോ ജിന്നുകളോ പോലെ മറ്റു വർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിന് പ്രസക്തിയില്ല. കാരണം മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കാണിച്ചു കൊടുത്തുകൊണ്ട് അതുപോലെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. അത് മനുഷ്യരല്ലാത്തവർ ചെയ്തു കാണിക്കുമ്പോൾ അതൊന്നും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നാണ് ആളുകൾ അതിനോട് പ്രതികരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യരെ തന്നെ മനുഷ്യരിലേക്ക് പ്രവാചകന്മാരായി അള്ളാഹു നിശ്ചയിച്ചത്. അതും അവർക്ക് പരിചയമുള്ള അവരുടെ കൂട്ടത്തിൽ ജീവിച്ച ആളുകളെ തന്നെയാണ് പ്രവാചകന്മാരാക്കിയത്. പ്രവാചകന്മാരെ അള്ളാഹു ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥങ്ങളും നൽകിക്കൊണ്ടാണ് അയച്ചത് എന്ന കാര്യമാണ് അതിനോട് ചേർന്ന് വരുന്ന 44-ാമത്തെ ആയത്തിൽ പറയുന്നത്. 43, 44 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഒമാ അർസൽനാ മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, പ്രവാചകന്മാരായി നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ റിജാലൻ, മനുഷ്യരെ അല്ലാതെ. പുരുഷന്മാർ എന്നാണ് റിജാൽ എന്നതിൻ്റെ അർത്ഥം. സ്ത്രീകളെ അള്ളാഹു പ്രവാചകന്മാരായി നിശ്ചയിച്ചിട്ടില്ല, പുരുഷന്മാരെയാണ് പ്രവാചകന്മാരായി അയച്ചിട്ടുള്ളത്. പുരുഷന്മാരുടെ പ്രകൃതി ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും പ്രവാചകന്മാർക്കുണ്ടാവേണ്ടതുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ഇതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും പുരുഷന്മാരെ മാത്രമാണ് അള്ളാഹു ഇതിനു മുമ്പും പ്രവാചകന്മാരായി അയച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഇവിടെ റിജാല് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മറിച്ച് ഇവിടെ മനുഷ്യരെയാണ് മുമ്പും അയച്ചിട്ടുള്ളത്, മലക്കുകളെയല്ല എന്ന കാര്യം മലക്കുകളെ പ്രവാചകന്മാരാക്കാത്തത് എന്തുകൊണ്ട് എന്ന സത്യനിഷേധികളുടെ വിമർശനത്തിനുള്ള മറുപടിയായിക്കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ റിജാല് എന്നത് മനുഷ്യർ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യരെ തന്നെയാണ് ഈ മുഹമ്മദ് നബിക്ക് മുമ്പും നാം അയച്ചിട്ടുള്ളത്. നൂഹി ഇലേഹിം, അവരിലേക്ക് ദിവ്യ സന്ദേശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരിലേക്ക് ദിവ്യ സന്ദേശം നൽകിയിരുന്നു. അവർക്ക് വഹി നൽകിക്കൊണ്ട് അവരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തു. അവർ മനുഷ്യരായിരുന്നു. ഫസ്അലു അഹ്ല ദിക്രി, അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ. മുമ്പ് നാം മനുഷ്യരെയാണ് പ്രവാചകന്മാരായി അയച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങൾ മക്കയിലെ അറബികൾ വേദം ലഭിച്ചവരുടെ പാരമ്പര്യത്തിലല്ലല്ലോ. അതുകൊണ്ട് അറിവുള്ളവരോട് അക്കാര്യം ചോദിച്ചറിയുക. അഹ്ലു ദിക്ർ എന്നതിന് അറിവുള്ളവർ എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. വേദജ്ഞാനമുള്ളവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മുമ്പ് വേദങ്ങൾ ലഭിച്ചിട്ടുള്ള ജൂത ക്രിസ്ത്യാനികൾ, അവരോട് തന്നെയാണ് അറബികൾ ഇത്തരത്തിലുള്ള പല അറിവുകളും ചോദിച്ചു മനസ്സിലാക്കിയിരുന്നത്. പ്രവാചകന്മാർക്ക് വഹി നൽകി മുമ്പയച്ചു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി അടുത്ത ആയത്തിൽ പറയുകയാണ്, ബിൽ ബയ്യിനാത്തി വസ്സുബുരി, ദൃഷ്ടാന്തങ്ങളും വേദങ്ങളുമായിട്ടാണ് അവരെ നാം അയച്ചത്. ബയ്യിനാത്ത് എന്നത് പ്രവാചകന്മാർക്ക് നൽകുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അടക്കമുള്ള എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമാണ്. സുബുർ എന്നത് സബൂർ എന്നതിൻ്റെ ബഹുവചനമാണ്. എഴുതപ്പെട്ടത്, ഗ്രന്ഥം, പുസ്തകം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. വേദഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാവൂദ് നബിക്ക് നൽകിയ വേദഗ്രന്ഥത്തെ സബൂർ എന്ന പേരിലാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വ അൻസൽനാ ഇലൈക ദിക്റ, താങ്കൾക്കും നാം ഈ വേദം ഇറക്കി തന്നിരിക്കുകയാണ്. മറ്റു പ്രവാചകന്മാർക്ക് മുമ്പ് വേദങ്ങൾ നൽകിയ പോലെ താങ്കൾക്കും നാം ഇതാ ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. ദിക്ർ എന്നാൽ ഉത്ബോധനം എന്നാണ്. വേദഗ്രന്ഥമായ ഖുർആനാണ് ഇവിടെ അദ്ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഈ വേദം ഇറക്കി തന്നിട്ടുള്ളത്? ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി, മാ നുസ്സില ഇലൈഹിം,
അവരിലേക്ക് നാം ഇറക്കിയിട്ടുള്ള ഇത്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഖുർആൻ ഞാൻ താങ്കളിലൂടെ എത്തിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഇത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് താങ്കളുടെ ബാധ്യത. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ച് ഗ്രഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി. ഫക്കറ എന്നാൽ ചിന്തിച്ചു മനസ്സിലാക്കി എന്നാണ്. കഴിഞ്ഞ ആയത്തിൽ അറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞു. ഇവിടെ സ്വയം ചിന്തിച്ചു മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമായ സന്ദർഭങ്ങളിൽ മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അതായത് ചില കാര്യങ്ങൾ മുമ്പ് നടന്നതോ മറ്റോ ആയതുകൊണ്ട് അതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പ്രത്യേകം പഠിച്ച് പണ്ഡിതന്മാരായവരുണ്ടാവും. അക്കാര്യങ്ങൾ അവരോട് ചോദിച്ചാണ് വ്യക്തത വരുത്തേണ്ടത്. എന്നാൽ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളുമുണ്ട്. അത് ഗ്രഹിച്ചു മനസ്സിലാക്കാനാണ് അള്ളാഹു മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് രീതിയെയും ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.